ഭൂമിയിൽ സ്തുതി ശീലമാക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയൂ. പലപ്പോഴും നാം കരുതുന്നത് സ്വർഗത്തിൽ ചെന്നിട്ട് ദൈവത്തെ സ്തുതിക്കാം എന്നാണ്. എന്നാൽ സ്വർഗത്തിലെ ആരാധനയ്ക്കുള്ള പരിശീലന കളരിയാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം. ഇവിടെ കഷ്ടതകൾക്കിടയിൽ സ്തുതിക്കാൻ പഠിക്കാത്തവർക്ക് സ്വർഗത്തിലെ മഹത്വത്തിൽ സ്തുതിക്കുക അസാധ്യമാണ്. ദൈവജനം ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. സങ്കീർത്തനങ്ങൾ 34:1. ബൈബിളിലെ പൗലോസിൻ്റെയും ശ്രീദാസിൻ്റെയും ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. കാരാഗൃഹങ്ങളിൽ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടപ്പോഴും ശരീരമാസകലം മുറിവേറ്റപ്പോഴും അവർ ചെയ്തത് പരാതി പറയുകയല്ല, മറിച്ച് അർദ്ധരാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ സ്തുതി ഭൂമിയിലെ ചെങ്ങലകളെ പൊട്ടിച്ചൊറിഞ്ഞു. ഭൂമിയിൽ അവർ പാടിയ ആ സ്തുതിഗീതമാണ് അവരെ സ്വർഗീയ സമാധാനത്തിന് ഉടമകളാക്കിയത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ രാത്രികളിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ മാലാഖമാർ പോലും നിങ്ങളെ അത്ഭുതത്തോടെ നോക്കും. സ്തുതി എന്നത് വിജയത്തിന് ശേഷം നൽകുന്ന നന്ദിയല്ല, മറിച്ച് വിജയത്തിന് മുൻപ് പ്രകടിപ്പിക്കുന്ന വിശ്വാസമാണ്. ഭൂമിയിലെ നമ്മുടെ സ്തുതികൾ സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളാണ്. ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർക്ക് മാത്രമേ നിത്യതയിൽ കർത്താവിന് മുമ്പിൽ നിൽക്കാൻ യോഗ്യതയുള്ളൂ. എൻ്റെ ഉപദേശം ഇതാണ്: സാഹചര്യങ്ങൾ നോക്കി സ്തുതിക്കുന്നത് നിർത്തുക. പകരം സാഹചര്യങ്ങൾക്ക് മുകളിലുള്ള ദൈവത്തെ നോക്കി സ്തുതിക്കുക. നിങ്ങളുടെ നാവുകൾ ഭൂമിയിൽ ദൈവത്തെ വാഴ്ത്തട്ടെ. അപ്പോൾ സ്വർഗത്തിലെ വലിയ സ്തുതി ഗീതത്തിൻ്റെ ഒരു ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കായി ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.